ആരുടെ പേര്? PVO? ഏതാരാ PV? CPM-ന്റെ നേതാക്കളുടെ പേരും പിണറായി വിജയൻ എന്ന് തന്നെ ഉണ്ട്. പറഞ്ഞു ഞങ്ങൾക്ക് ഇവരെ രാഷ്ട്രീയമായി തകർക്കാൻ നോക്കുക. എൻ്റെ കുഞ്ഞിക്കണ്ണേട്ട, നിങ്ങൾ എവിടെയാണ് ഉള്ളത്? ഞങ്ങളും നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്നത് ത്രിപുരയിലാണ്. അവിടെ നിങ്ങളുടെ സ്ഥിതി ദയനീയമല്ലേ? നിങ്ങൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടും പൊട്ടിപ്പാളിസായി. ഒരു സ്വകാര്യ വ്യക്തിയും ഒരു കമ്പനിയും തമ്മിൽ നടത്തിയ പണമിടപാടിന്റെ വിഷയത്തിൽ എന്തിനാണ് ഈ നാടാകെ ഇളകി വന്ന് പ്രതിരോധിക്കണമെന്ന് CPM പറയുന്നത്? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല. എല്ലാം പബ്ലിക് ലഭ്യമാണ്. ഈ IT കൺസൾട്ടൻസി ഒരു കമ്പനിയുമായി ഉണ്ടാക്കിയ കരാർ നമുക്കെല്ലാം ലഭ്യമാണ്, നമ്മുടെ മുമ്പിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് രേഖയാണ് ഇഡിക്ക് വേണ്ടത്? ഇഡിക്ക് റെയ്ഡ് നടത്തി എന്താണ് കണ്ടെത്തേണ്ടത്? അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? ഈ പ്രസ്ഥാനത്തെ EDയെ ഉപയോഗിച്ച് അങ്ങ് തകർത്ത് കളയാമെന്ന് BJP ചിന്തിക്കുന്നുണ്ടെങ്കിൽ, RSS ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ അതിശക്തമായി പ്രതിരോധിക്കും. തെരുവുകളിൽ പ്രതിഷേധമേറും. ഇവിടെ അഭിലാഷ് പോലെ ഒരു അന്വേഷണ ഏജൻസിയുടെ ബ്യൂറോ അംഗത്തെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയാൻ കഴിയൂ. ED വ്യക്തമാക്കുന്നത് ഇത് T വീണയുടെയും എക്സാലോജി കമ്പനിയുടെയും സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച അന്വേഷണമാണെന്നാണ്. പിണറായി വിജയനിലേക്ക് എത്തിയില്ലല്ലോ. അത് പിന്നെ വീണയാണോ ഇവിടുത്തെ മാധ്യമങ്ങളുടെയും RSSന്റെയും ലക്ഷ്യം? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇവൻ ഏതാ? ED എന്ന് പറയുന്നത് RSSന്റെ ഒരു പരിവാർ സംഘടനയായി മാറിയിരിക്കുക ഇന്ത്യയിൽ. EDയെ ഇറക്കിവിട്ട് രാഷ്ട്രീയ നേതാക്കളെ, പ്രതിപക്ഷ നേതാക്കളെ ഇല്ലാതാക്കുക എന്ന ഒരു അജണ്ട BJP സർക്കാരിനുണ്ട്. പിന്നെ അതിന്റെ ഭാഗമാണ്. നിയമപരമായി വീണ കുറ്റക്കാരിയാണ്. ഒരു കമ്പനിയുമായി അവരുണ്ടാക്കിയ കരാർ, അതിനുള്ള സേവനങ്ങൾ അവർ കൊടുത്തിട്ടില്ലെന്ന ആരോപണം ആ കമ്പനിക്കുണ്ടോ? എന്തിന്റെ പേരിലാണ് വീണയെ ഇങ്ങനെ ഒരു നിർത്തി വിചാരണ ചെയ്യുന്നത്? എന്താടാ നിനക്കും പേടിയായോ? പേടിയാ? 2,70,00,000 രൂപ സേവനത്തിനുള്ള പ്രതിഫലമായി അല്ലാതെ അവർ കൈപ്പറ്റി എന്നുള്ളതാണ് SFIയുടെയും കണ്ടെത്തൽ. സേവനത്തിനാണെന്ന് ആ ഏജൻസിയെ കൺവിൻസ് ചെയ്യിക്കാൻ വീണ T എന്ന സംരംഭകയ്ക്ക് കഴിഞ്ഞിട്ടില്ല. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരെ രാഷ്ട്രീയമായി തകർക്കാൻ നോക്കുക. എൻ്റെ കുഞ്ഞിക്കണ്ണേട്ട, നിങ്ങൾ എവിടെയാണ് ഉള്ളത്? ഞങ്ങളും നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്നത് ത്രിപുരയിലാണ്. അവിടെ നിങ്ങളുടെ സ്ഥിതി ദയനീയമല്ലേ? നിങ്ങൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയിട്ടും പൊട്ടിപ്പാളിസായില്ലേ? 25 കൊല്ലം ഭരിച്ച ത്രിപുര BJP നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു. നിങ്ങളും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനം അത്. ഇനി ബംഗാള്, നിങ്ങൾ എവിടെയാണ് ഉള്ളത്? 1/2 സീറ്റോ 1 സീറ്റോ ആണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാൻ, അവിടെ നിങ്ങൾ 550ഓളം പാർട്ടി ഓഫീസുകൾ തുറന്നതെന്ന മെയ് മാസം 4-ാം തീയതി BJP അധികാരത്തിൽ വന്നിട്ടാണ്. നിങ്ങൾ 550-ലധികം പാർട്ടി ഓഫീസുകൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ പിടിച്ചു വെച്ചതും നിങ്ങൾക്ക് പൂട്ടി ജീവനും കൊണ്ട് ഓടിപ്പോകേണ്ടി വന്നതുമായ ഓഫീസുകൾ തുറന്നത് മെയ് മാസം 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ്. ഞങ്ങൾ അധികാരത്തിൽ വരുന്നു എന്ന് കണ്ടപ്പോഴാണ്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. കേരളത്തിൽ ഇവിടുത്തെ പ്രധാന മത്സരം നിങ്ങളും UDFും തമ്മിലല്ല. നിങ്ങളെ ഇപ്പോൾ തോൽപ്പിച്ചത് തളിപ്പറമ്പിലും പിന്നെന്താ അമ്പലപ്പുഴയിലും പയ്യന്നൂരും നിങ്ങളെ കോട്ടക്കുത്തളങ്ങളിലൊക്കെ നിങ്ങളെ തോൽപ്പിച്ചത് അവരല്ലേ? ഞങ്ങൾ ഇവിടുത്തെ 3ാമത്തെ കക്ഷിയല്ലേ? നിങ്ങളും തമ്മിൽ മത്സരം നടക്കുന്നിടത്ത് നിങ്ങൾ തോറ്റ് അമ്പിക്കഴിഞ്ഞു. നിങ്ങൾ പഴയ പ്രതാപമുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ നാമാവിശേഷമായി. ഞങ്ങൾ വന്നതുകൊണ്ടാണ് പാർട്ടി ഓഫീസ് തുറക്കാൻ പറ്റിയത്. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ്? ഞങ്ങൾ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയാലോ. ഒരു ബുദ്ധിമുട്ടും നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെയൊക്കെ വഴിയില്ല. നിങ്ങളെ തകർക്കാനൊന്നും അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളെ തകർക്കേണ്ട പണി നിങ്ങളുടെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. നിങ്ങളെ തകർക്കേണ്ട പണി നിങ്ങളുടെ ആളുകൾ തന്നെ എടുക്കുന്നുണ്ട്. അത് പയ്യന്നൂരിൽ കണ്ടതാണ്, തളിപ്പറമ്പിൽ കണ്ടതാണ്, അമ്പലപ്പുഴയിൽ കണ്ടതാണ്. ആളുകൾ തന്നെ ആ പണി എടുക്കുന്നുണ്ട്. വീണ വിജയൻ കൃത്യമായ അവരുടെ IT കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട ഒരു കരാറാണ്, ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ്. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 1,72,00,000
ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അത് ബാങ്ക് വഴിയാണ് വാങ്ങിച്ചത്. അതിനുള്ള GST അടച്ചിട്ടുണ്ട്. നിയമപരമായ എല്ലാ നികുതി ബാധ്യതകളും തീർത്ത പണമാണ്. ആ പണം എങ്ങനെയാണ് അഭിലാഷെ കള്ളപ്പണമാകുന്നത്? അതെങ്ങനെയാണ് തട്ടിപ്പാകുന്നത്? അതെങ്ങനെയാണ് ഫ്രോഡാവുന്നത്? അപ്പോൾ നിങ്ങൾ ഫ്രോഡാണെന്ന് ആരോപിക്കുകയാണ്. ഈ കമ്പനി വീണ വിജയനിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സേവനം കിട്ടിയിട്ടില്ല. SFIO പറഞ്ഞ കാര്യമാണ്. ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് പറഞ്ഞ കാര്യമാണ്. ഒരു പ്രോമിനന്റ് പേഴ്സണുമായി ഉള്ള ബന്ധം മാത്രമാണ് അവർക്ക് ഈ പണം അവരുടെ അക്കൗണ്ടിൽ എത്താനുള്ള കാരണം എന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഏജൻസികൾ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതല്ല, എതിർ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞതല്ല, മാധ്യമങ്ങൾ പറഞ്ഞതല്ല, 2 പ്രധാനപ്പെട്ട ഏജൻസികൾ പറഞ്ഞതാണ്. ആര് പറഞ്ഞു? എങ്കിലല്ല, അതൊക്കെ എന്നെ പറ്റി അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഇവര് ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞ കുറേ കാലമായി പറയുകയാണ്, ഈ പൈസ വാങ്ങിയിരിക്കുന്നത് സർവീസിനുള്ള ചാർജായി, അതായത് കൂലിയായിട്ടാണ്, സേവനത്തിനുള്ള കൂലിയാണ്, ചെയ്ത ജോലിയുടെ കൂലിയാണ്, അതിനൊരു കരാറുണ്ട്, ആ കരാറ് പ്രകാരം ഉള്ള കൂലിയാണ്. 1. 2, അതിന് ഞങ്ങൾ ടാക്സ് കെട്ടിയിട്ടുണ്ട്, ഞങ്ങളെ വരുമാനമാണല്ലോ, അതിന് ടാക്സ് കെട്ടിയിട്ടുണ്ട്, GST കെട്ടിയിട്ടുണ്ട് എന്ന്. ഈ വാദമൊക്കെ നിങ്ങൾ കേരള ഹൈക്കോടതിയിൽ എടുത്തിരുന്നില്ലേ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. മതി 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 എടാ കിടന്നുരുളാതെ. ഈ വാദം കേരള ഹൈക്കോടതിയിൽ എടുത്തില്ല. ഇവിടെ കുഞ്ഞിക്കണ്ണൻ വാദിക്കുന്ന ഈ 2 വാദങ്ങൾ, ഇതൊരു കരാറിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സേവനത്തിന്റെ കൂലിയാണ് എന്ന വാദവും, അതിന് ടാക്സ് അടച്ചിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് കള്ളപ്പണം വെളുപ്പിക്കലല്ല എന്ന വാദവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിച്ചിട്ടില്ലേ? എന്നിട്ടല്ലേ? കുഴപ്പമില്ല, നിങ്ങൾ അന്വേഷിച്ചോളൂ, കുഴപ്പമില്ല, നിങ്ങൾക്ക് അന്വേഷിക്കാം. വെറുതെ എന്നിട്ട് വാര്യ ശൈലജ, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായപ്പോ അത് അങ്ങനെയാണ്. ഇത് ഈ വാദമൊക്കെ കോടതി കേട്ടതല്ലേ, കേട്ട് തള്ളിക്കളഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ EDക്ക് അന്വേഷിക്കാൻ അനുവാദം കൊടുത്തത്, അതല്ലേ? പിന്നെ ബംഗാളത്തെ കാര്യം പറഞ്ഞു. 35 കൊല്ലം ഭരിച്ചിട്ട് നിങ്ങൾ എന്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസ ബംഗാളിലെ ജനതയ്ക്ക് കൊടുത്തത്? വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുന്നവരാണല്ലോ. നിങ്ങൾ എന്ത് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുത്തത്? എല്ലാം വെറുമൊരു ഷോ അല്ലേ? കണ്ടീലിന്റെ പണമിടപാട് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട പണമിടപാട് മാത്രമാണോ റഡാറിലുള്ളത്? അവിടെ അങ്ങനെയാണെങ്കിൽ പരമാവധി 2,70,00,000 രൂപ, 100 കോടി 130 കോടിക്ക് അപ്പുറത്തുള്ള പണത്തിന്റെ കൃത്യമായ കണക്കുകൾ എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായ ട്രാൻസാക്ഷൻസ് ഉണ്ട് ഈ കമ്പനിക്ക്. അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ 2,80,00,000 കാര്യം മാത്രം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ ED ഇറങ്ങിയിട്ടുള്ളത്? മണി ലോണ്ടറിംഗ് എന്ന് പറയുമ്പോ അതിൽ നിൽക്കുവോ? കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. ശ്രീ പത്മനാഭ വക്കീലെ ഭയങ്കരമായിട്ട് എന്താണ് ഇതങ്ങ് ഫ്രോഡാണ് എന്നങ്ങ് തീരുമാനിച്ചിരിക്കുക. പത്മനാഭ വക്കീൽ ഒരു വക്കീലാണല്ലോ, അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ കരാർ വ്യാജമാണോ? അങ്ങനെ ഒരു അഭിപ്രായം EDയോ ഏതെങ്കിലും അന്വേഷണ ഏജൻസികൾ വെച്ചിട്ടുണ്ടോ? CMRLും വീണയുടെ കമ്പനിയും തമ്മിലുള്ള കരാർ വ്യാജമാണോ? അവർ പണം അനധികൃതമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അനധികൃതമായ മാർഗത്തിലൂടെ, നിയമാനുസൃതമായ മാർഗത്തിലൂടെയല്ലേ അവർക്ക് പണം കിട്ടിയത്? ഇതൊന്നും അവന്റെ നല്ലത് എനിക്ക് മനസ്സിലായി. നിന്റെ വാക്കും കേട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്കൊരു പുണ്ണാക്കും അറിഞ്ഞൂടാ. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നീ ചെയ്തോണം. ചെയ്ത ജോലിക്കുള്ള പണം ആയിരുന്നില്ല അത്. ഒരു പ്രോമിനന്റ് പേഴ്സണോടുള്ള ബന്ധത്തിന്റെ പേരിലാണ് ആ പണം കിട്ടിയത് എന്ന് പറഞ്ഞത് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ സെറ്റിൽമെന്റിലാണ്. അല്ല, ഏത് സെറ്റിൽമെന്റിൽ പറഞ്ഞാലും നമ്മുടെ മുമ്പിൽ കരാറുണ്ട്. എന്നാൽ ഒരു കരാറുമില്ലാതെ കേരളത്തിലെ സമുന്നതരായ നേതാക്കളുടെ ചുരുക്കപ്പേര് ഈ കർത്തയുടെ ഡയറിയിലുണ്ട്. ഉമ്മൻചാണ്ടി ഇല്ലേ? രമേശ് ചെന്നിത്തല ഇല്ലേ? കുഞ്ഞാലിക്കുട്ടിയില്ലേ? പക്ഷേ ആ പേരുകളിൽ കോൺഗ്രസ്സുകാർ മാത്രമല്ല കേട്ടോ, CPMന്റെയും സമുന്നതരായ നേതാക്കൾ, PVയുടെ മാത്രമല്ല മറ്റു നേതാക്കളുടെയും. ഏത് ആരുടെ പേര്? PVയോ? ഏത് ആരാ PV? CPMന്റെ നേതാക്കളുടെ പേരും CPMന്റെ പിണറായി വിജയൻ എന്ന് തന്നെ ഉണ്ട്. കുഞ്ഞിക്കണ്ണൻ ചോദിച്ചു ഈ കരാർ വ്യാജമാണോന്ന്. ഈ കരാർ വ്യാജമാവും. എന്തുകൊണ്ടറിയോ? സെക്ഷൻ 23 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 23 അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്ട്, നിയമവിരുദ്ധമായ പ്രതിഫലമോ ലക്ഷ്യമോ, ഫോർബിഡൻ ബൈ ലോ, നിയമം നിരോധിച്ച സംഗതി ചെയ്യാൻ ആവുമ്പോൾ, ഡിഫീറ്റ്സ് പ്രൊവിഷൻസ് ഓഫ് ലോ, നിയമത്തിൻ്റെ വകുപ്പുകളെ പരാജയപ്പെടുത്താൻ, അതല്ലേ കരാറ്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനിയും വേറൊരു കമ്പനിയും തമ്മിൽ കരാറുണ്ടാക്കി പൈസ കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ ലക്ഷ്യങ്ങൾ വേണം, അതിന് കൃത്യമായ പ്രവർത്തികൾ വേണം, പ്രവർത്തിക്ക് പ്രതിഫലം വേണം. എന്ത് പ്രവൃത്തിയാ ചെയ്തത് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ, അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ ഉത്തരം കൊടുക്കാൻ
ഈ പൈസ കൊടുത്ത ആൾക്കോ പൈസ വാങ്ങിയ ആൾക്കോ സാധിക്കാത്തത് കൊണ്ടാണ് ഈ കരാറ് നിയമവിരുദ്ധമായ കരാറാണ്, നിയമവിരുദ്ധമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള കരാറാണ്, നിയമത്തെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള കരാറാണെന്ന് മനസ്സിലാക്കിയിട്ടാണ്, അതൊരു ഫ്രോഡാണെന്ന് കണ്ടെത്തിയിട്ടാണ് ഈ കമ്പനീസ് ആക്ടിലെ 212 വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടിരിക്കുന്നത്. ഈ പ്രശ്നമൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്.